സോ നമ്മൾ ഇന്ന് രണ്ട് ലവ് സ്റ്റോറിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. രണ്ടും ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ലവ് സ്റ്റോറിയാണ്. ആദ്യത്തത് നീ ഫോർ എവർ. സോ തമിഴിന്ന് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ് നീ ഫോർ എവർ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ പടം സ്ട്രീം ചെയ്യുന്നത്. വൺ സ്റ്റാർ കാസ്റ്റ് പോയിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചവരെ എനിക്ക് അറിയ പോലും, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് എടുക്കണം വെച്ചാൽ സംഭവം ഇർക്ക് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് വീണ്ടും തെളിഞ്ഞു. ഇതിലെ നായകൻ ആള് ഭയങ്കര ഇൻട്രോവേർട്ടാണ്, എക്സ്ട്രീം ഇൻട്രോവേർട്ടാണ്. ഒരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യാൻ പോലും ആൾക്ക് പേടിയാണ്. ഒരാളുടെ അടുത്ത് സംസാരിക്കില്ല. ആളൊരു ആപ്പ് ക്രിയേറ്റർ ആണ്. അക്കോർഡിംഗ് ടു ആളുടെ തിയറി, ഈ ഡേറ്റിംഗ് ആപ്പിലൊക്കെ 10% ആൾക്കാർക്ക് മാത്രമേ മാച്ചസ് കിട്ടുള്ളൂ. അതിന് മെയിൻ റീസൺ അവർക്ക് ഹീറോന്റെ ലുക്ക് ആയിരിക്കും. ബാക്കി 90% ആവറേജ് ലുക്ക് ഉള്ളവർക്ക് പെണ്ണുങ്ങളെ കിട്ടാനില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് അണ്ണൻ കണ്ടുപിടിക്കുന്നത്. ആ ആപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് അണ്ണൻ പോയി പ്രേമത്തിൽ വീഴുന്നു. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെ പറഞ്ഞു പോണ്. ഫിസിക്സ് ഇല്ലാത്ത, കെമിസ്ട്രി ഇല്ലാത്ത, ബയോളജി ഇല്ലാത്ത, ഈവൻ മാത്തമാറ്റിക്സ് പോലും ഇല്ലാത്ത ഒരു ലവ് സ്റ്റോറിയാണ് നീ ഫോർ എവർ. സോ അണ്ണൻ ഈ ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ലവിൽ പോയി ചാടുന്നത്, അല്ലെങ്കിൽ പ്രേമത്തിൽ പോയി പെടുന്നത്. ഓൺ ദ അതർ സൈഡ് ഒരു ലവ് സ്റ്റോറി സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണും പിള്ള വന്നിട്ട് ഇവനെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കും. ഈ പൊട്ടനാണ് വെച്ചാൽ അത് വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ നടക്കുന്ന പരിപാടിയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരു സീനിൽ പോലും ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. ഇമോഷൻസ് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് തരല്ലേ. നാച്ചുറൽ ആയിട്ട് ആ സാധനം നമുക്ക് തോന്നണം. ഇവിടെ കരയണം, ഇവിടെ നെഞ്ഞത്തടിക്കണം, ഇവിടെ നിലവിളിക്കണം എന്നുള്ളത്. അല്ലാതെ നീയൊക്കെ കരഞ്ഞ് പണ്ടാറടങ്ങിയിട്ട് എണീറ്റ് പോയാൽ മതി. ഇങ്ങനെ കുത്തി കയറ്റിയാലൊന്നും വർക്കാവില്ല. ഇന്നത്തെ കാലത്ത് ലവ് സ്റ്റോറീസിന് ഒരു പഞ്ഞുമില്ല. ആ സമയത്ത് ഇങ്ങനത്തെ ഫോഴ്സ്ഡ് ഇമോഷൻസ് കൊണ്ടുവന്നാൽ വർക്കാവില്ല. ഈ സിനിമയുടെ ആദ്യത്തെ ഭാഗമൊക്കെ കുറച്ച് നൈസായിരുന്നു. എന്ന് ഇവര് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയോ അപ്പൊ തൊട്ട് വെറുപ്പിക്കലാണ്. ഇത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റൊമാൻസ് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതാ ഞാൻ പറയാം, ഫിസിക്സ് ഇല്ല, കെമിസ്ട്രി ഇല്ല, ബയോളജി ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ്. അയ്യോ, അൺസഹിക്കബിൾ ആയിട്ടുള്ള സാധനം ഇതിലത്തെ അഡ്വൈസ് ആണ്. ചിലപ്പോ ജീവിതത്തിൽ നക്കി തോറ്റവനായിരിക്കും, ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത അവൻ വന്ന് ബാക്കിയുള്ളവർ അഡ്വൈസ് ചെയ്യും. തൂങ്ങിച്ചാവാൻ പോണവൻ ജീവിതത്തിനെ പറ്റി അഡ്വൈസ് ചെയ്യും. കഴിവില്ലാത്ത ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവൻ വന്നിട്ട് ഇങ്ങനെ ജീവിക്കണം പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്യും. ഈ ചെറുക്കൻ ആ പെണ്ണിനെ അഡ്വൈസ് ചെയ്യുന്നു, പെണ്ണ് ചെറുക്കനെ അഡ്വൈസ് ചെയ്യുന്നു. തൂങ്ങിച്ചാവാൻ നടക്കണ അപ്പൂപ്പൻ അഡ്വൈസ് ചെയ്യുന്നു. കള്ളും കുടിച്ച് നടക്കണ ഫ്രണ്ട്സ് അഡ്വൈസ് ചെയ്യുന്നു. അയ്യോ, യാറാച്ച ഒന്ന് നിർത്ത സൊല്ലുങ്കടാ. ഇത്രയും അഡ്വൈസും ഇത്രയും ഫ്ലാഷ് ബാക്ക് ഉള്ള ഒരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. സകലമാന എണ്ണത്തിലും ഫ്ലാഷ് ബാക്ക് ആണ്. റോട്ടിൽ മാങ്ങ വിൽക്കാൻ നിൽക്കുന്നവന് വരെ ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പൂപ്പന് ഫ്ലാഷ് ബാക്ക്, അമ്മയ്ക്ക് ഫ്ലാഷ് ബാക്ക്, ഇവന് ഫ്ലാഷ് ബാക്ക്, അവൾക്ക് ഫ്ലാഷ് ബാക്ക്, ഇവന്റെ കൂട്ടുകാർക്ക് ഫ്ലാഷ് ബാക്ക്, അച്ഛന് ഫ്ലാഷ് ബാക്ക്. ഇനി ആർക്കാണ് ഈ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് ഇല്ലാത്തത്? ഈ പെണ്ണ് കഥ പറയാൻ പോണം, എന്തായാലും സിനിമ പ്രൊഡ്യൂസർക്ക് ഫ്ലാഷ് ബാക്ക്, ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യാൻ നടക്കുന്നവർക്ക് ഫ്ലാഷ് ബാക്ക്. ഇന്നേ വരെ ലോക ചരിത്രത്തിൽ ഇത്രയും ഫ്ലാഷ് ബാക്ക് ഉള്ള ഒരു സിനിമ ഉണ്ടായിണ്ടാവില്ല. ആൻഡ് ഇത് ഭയങ്കര പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആദ്യത്തെ കുറച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ തള കിടു പടന്ന്. പിന്നീട് അങ്ങോട്ട് സകലമായ അഭിപ്രായവും മാറി. ഇടയ്ക്ക് വരുന്ന പാട്ടൊക്കെ രസമുണ്ടായിരുന്നു. ആക്ച്വലി സിനിമയുടെ മ്യൂസിക് വർക്ക് വാസ് നൈസ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവര് ഗ്രാമപ്രദേശത്തോട്ട് പോകുന്നുണ്ട്, വില്ലേജ് ഏരിയയിലോട്ട്. അപ്പൊ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് കൊള്ളായിരുന്നു. ബാക്കി ഒരു ലോജിക്കും ഇല്ലാത്ത പടം. ഇതിൽ പല സീൻസും ഇല്ലോജിക്കൽ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സ്റ്റിൽ ഈ റൊമാൻസ് പൈത്യങ്ങളൊക്കെ ഉണ്ടാവും. ഏത് ലവ് സ്റ്റോറി കണ്ടാലും അയ്യോ ഇത് എന്റെ കഥയാണ് പറഞ്ഞ് നടക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ വർക്കാവും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഒപ്പീനിയൻ. ആൻഡ് ഒപ്പീനിയൻസ് ഒക്കെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എനിക്ക് ഈ സിനിമ ഒരു വേസ്റ്റ് പടമായിട്ട് തോന്നി. ഐ ആം നോട്ട് സേയിങ് ഈവൻ ഇറ്റ്സ് ആവറേജ് എന്ന് പോലും ഞാൻ പറയുന്നില്ല. എനിക്കൊരു വേസ്റ്റ് പടമായിട്ട് തോന്നി. ചിലർക്ക് ഇത് ഭയങ്കര നൈസായി തോന്നും. മലയാളം ഭാഷയൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ദിസ് മൂവി ഈസ് സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. നാനി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. എല്ലാവരെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പടമായിരിക്കും. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അതില് ഒരു പെയർ ഉണ്ടായിരുന്നു, ഒരു ക്യൂട്ട് പെയർ, ഒരു ചെറുക്കൻ ഒരു പെങ്കൊച്ചും. അവരുടെ ഒരു ലവ് സ്റ്റോറിയാണ് ബാൻഡ് മേളം C5 സ്ട്രീം ചെയ്യുന്നത്. സോ ഈ പിള്ളേര് കോട്ട് സിനിമയിൽ കിടു പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് വരെ തോറ്റു. അജാതി കിടു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ കാണാൻ ഭയങ്കര ത്വരയുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോ ആ ത്വര എങ്കിലും മാറിക്കിട്ടി. ലവ് സ്റ്റോറി പറഞ്ഞിട്ട്
കോപ്രായം എടുത്തു വെച്ചിരിക്കുന്നു. പേക്കൂത്ത്, ലിറ്ററലി പേക്കൂത്ത്. ഇത്രയും വൃത്തികെട്ട ഒരു ലവ് സ്റ്റോറി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. സോ നമ്മുടെ നായകൻ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. നാളെ അവന്റെ വീട് ജപ്തി ചെയ്തു പോകും. തന്തപ്പിടിക്ക് കുറെ കാശുണ്ടായിരുന്നു. തന്തപ്പിടി നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി എല്ലാം കൊടുത്തു. പിച്ചക്കാരന്റെ അവസ്ഥയാണ്. വേലയും കൂലിയൊന്നും ഇല്ലാത്ത ഒരു അലവലാതി എന്ന് വേണമെങ്കിൽ പറയാം. അവന് പെണ്ണ് കെട്ടണം അത്ര. നാളെ അവന്റെ വീട് ചിലപ്പോൾ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവന് പെണ്ണ് കെട്ടണം. അത് കെട്ടുന്ന പെണ്ണ് എങ്ങനെയാണ്? ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന സ്കൂൾ കോളേജ് ടോപ്പർ ആയിട്ടുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു പെണ്ണിന്. ചില്ലറ കഴപ്പൊന്നും അല്ല അലവലാതിക്ക് ഉള്ളത്. സോ പിന്നീട് ഇവരെങ്ങനെ റിലേഷൻഷിപ്പ് ആവോ, റിലേഷൻഷിപ്പ് ആവില്ല, ഇതൊക്കെ പറഞ്ഞു പോകുന്ന സിനിമയാണ് ബാൻഡ് മേളം. ബാൻഡ് മേളം പറഞ്ഞാൽ ഇവന്റെ ട്രൂപ്പിന്റെ പേരാണ്. ഏതൊക്കെയോ കുറെ അലവലാദികൾ അവിടെ ഉണ്ട്. ഓയോ അൺസഹിക്കബിൾസ് ആണ്. ഫസ്റ്റ് സീൻ ഈ സിനിമയത്തെ അടിപൊളിയായിരുന്നു. ഈ ചെക്കൻ എന്തോ ലവ് ഫെയിലിയറോ ബ്രേക്കപ്പ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹൃദയവേദനയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നൈസായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് തന്നെ വെറുപ്പിക്കലാണ്. അതോ ഈ മ്യൂസിക് ഡയറക്ടർ ആവണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര മെലഡിയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മഞ്ഞുരുകണ പോലെ ഒരുങ്ങണ സാധനം. ഇത് തറ ലോക്കൽ സാധനം. ആര് ചത്താലും പാട്ട്, ഇവൻ 10ാം ക്ലാസ് തോറ്റാലും പാട്ട്, ഇവന്റെ കാമുകി ഒളിച്ചോടിയാലും പാട്ട്, ബ്രേക്കപ്പ് വന്നാലും പാട്ട്, എല്ലാ പാട്ടും ഏകദേശം ഒരേപോലെ ഉണ്ട്. ഇവന്റെ കൂട്ടുകാരായിട്ട് ഒരു 4 പേരുണ്ട്. ആ ഗ്യാങ് ആണ് ബാൻഡ് മേളം എന്നറിയപ്പെടുന്നത്. ഇവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. വല്ലവന്റെ കോഴി പിടിച്ച് കക്കുക, വീട്ടിലെ സ്വർണ്ണം എടുത്ത് കക്കുക, വല്ലവന്റെ ബുള്ളറ്റ് എടുത്ത് കക്കുക. നാട്ടുകാർ നല്ലവരായതുകൊണ്ട് തല്ലിക്കൊന്നില്ല. ആൻഡ് ഈ സിനിമയൊക്കെ ഡയറക്ട് ചെയ്തവരും അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയവരും ഇത്ര തറ ലെവലിലൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? ഇന്നത്തെ കാലത്ത് ലവ് സ്റ്റോറിക്ക് ഒരു പഞ്ഞുമില്ല. കിടു ലവ് സ്റ്റോറീസ് ഉണ്ട്. ഇവൻ ആ കോർട്ടില് ഇവരുടെ പോർഷൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ 2 പേരെ പിടിച്ചിട്ട് ഒരു തീട്ട കേസിൽ കാസ്റ്റ് ചെയ്ത് എങ്ങനെയാണ്? അതാണ് അവസ്ഥ. ആ ചെറുക്കന്റെ പെർഫോമൻസ് ഒക്കെ ഇതിൽ അൺസഹിക്കബിൾ സാധനമായിരുന്നു. വെറുപ്പിക്കലിന് പീക്ക്. കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് സകലമാന പേക്കൂത്തും കാണിച്ചു കൂട്ടുണ്ട്. അൺബെയറബിൾ സാധനം. എന്നാൽ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ നാളെ തെരുവിൽ ഇറങ്ങേണ്ടി വരും. എന്നാലും പണിക്ക് പോകാൻ പറഞ്ഞാൽ അവൻ പണിക്ക് പോവില്ല. വളരെ വളരെ നല്ല മാതൃകയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ മറ്റേ നമ്മുടെ എന്താണ് സംഭവം, ആ സിനിമ കണ്ടപ്പോൾ ലൂപ്പാണ്. ഏതോ ഒരുത്തന്റെ ഒപ്പം ഒളിച്ചോടുന്നു, അവനെ മതി ഇവനെ വേണ്ട പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, ഇവനെ വേണം പറയുന്നു, ഇവൻ അപ്പൊ ഇവളെ വേണ്ട പറയുന്നു. അഗെയിൻ വന്താ സുട്ടാ പോണ റിപ്പീറ്റ്, വന്താ സുട്ടാ പോണ റിപ്പീറ്റ്. എന്നിട്ട് അതിനൊരു റീസൺ പറയുന്നുണ്ട്. ആ ഒരു സീൻ കാണുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. എന്നിട്ട് അതെന്തോ ബോംബ് പൊട്ടിക്കുന്ന പോലത്തെ ലാസ്റ്റ് ട്വിസ്റ്റ് ആയി കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തെലുങ്ക് അറിയാത്തവര് അല്ലെങ്കിൽ സബ് ടൈറ്റിൽ വെച്ച് സിനിമ കാണാത്തവര് ഈ അപരാധത്തിൽ പോയി പെടില്ല. നോം എല്ലാ അപരാധത്തിലും പോയി പെടും. അങ്ങനെ ഈ അപരാധത്തിലും പോയി പെട്ടു. സോ എനിക്ക് ഒട്ടും വർക്കാവാത്ത പടം. 2 മണിക്കൂർ 14 മിനിറ്റൊക്കെ ഇവന്റെയൊക്കെ പേക്കൂത്ത് സഹിക്കാൻ പറ്റില്ല. അത്ര ക്ഷമയൊന്നും എനിക്കില്ല. എന്നിട്ട് ഞാൻ ഈ സംഭവം കണ്ടു തീർത്തു. എനിക്ക് ഒട്ടും വർക്കാവാത്ത സിനിമയാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ചിലർക്ക് ഈ സിനിമയൊക്കെ ഇഷ്ടം. സോ നമ്മുടെ ബാൻഡ് മേളം ഈ സ്ട്രീമിംഗ് ഓൺ C5 തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ.